പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 പേജ് നമ്പർ 159 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചെക്ക് ഇഫ് എ ട്രയാങ്കിൾ എക്സിസ്റ്റ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ലെങ്സ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോ സെറ്റ് ഓഫ് ലെങ്സിലും ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് 100 100. അപ്പോൾ ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഒരു സൈഡിൻ്റെ ലെങ്ത് മറ്റ് രണ്ട് സൈഡുകളുടെ സമ്മിനെ കാട്ടിൽ എന്തായിരിക്കണം? ഷോർട്ടർ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകത്തുള്ളൂ. ഈച്ച് ലെങ്ത് ഈസ് സ്മോളർ ദാൻ ദി സം ഓഫ് ദി അതർ ടു. വി സേ ദാറ്റ് ദ ലെങ്ത് സാറ്റിസ്ഫൈ ദി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, ദെൻ എ ട്രയാങ്കിൾ എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് 1 നമ്മൾ എടുക്കുന്നത് 100 100. ഇതാണ് നമ്മുടെ സൈഡ് ലെങ്സ്. അപ്പോൾ നമ്മൾ ആദ്യം 1 എടുക്കുന്നു. 1 എടുത്താൽ മറ്റ് രണ്ട് സൈഡുകളുടെ സമ്മിനെക്കാട്ടിൽ ഷോർട്ടർ ആയിരിക്കണം. അപ്പോൾ 100 + 100 എന്ത് വരും? 200 വരും. അപ്പോൾ 100 + 100-നെക്കാട്ടിൽ എന്താണ്? ലെസ് ആണ്. ഇനി അടുത്ത സൈഡ് നമുക്ക് 100 എടുക്കാം. 100 എടുത്താൽ 100 ഈസ് ലെസ് ദാൻ 1 + 100. അതായത് 101-നെക്കാട്ടിൽ ലെസ് ആയിരിക്കും. വീണ്ടും 100 ആണ് വരുന്നത്. അന്നേരം 1 + 100 101-നെക്കാട്ടിൽ ലെസ് ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം? സോ ഫോർ ദ സൈഡ് ലെങ്സ് 100 100 എ ട്രയാങ്കിൾ എക്സിസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ for side lengths 100 100 a triangle exists. ഇനി അടുത്ത രണ്ടാമത്തതിൽ 3 6 9. അപ്പോൾ നോക്കിയേ, 3 എടുത്തു കഴിഞ്ഞാൽ 6 + 9 ദാറ്റ് ഈസ് 15. അപ്പോൾ 3 ഈസ് ലെസ് ദാൻ 15. ഇനി അടുത്തത് 6 എടുത്താലോ? മറ്റ് രണ്ട് സൈഡുകളായ 3 + 9 ദാറ്റ് ഈസ് 12. അപ്പോൾ 6 ഈസ് ലെസ് ദാൻ 12. ഇനി 9 എടുത്താൽ മറ്റ് രണ്ട് സൈഡുകൾ, അതായത് 3 + 6 9. അപ്പം 9ഉം 3 + 6ഉം കൂടെ എന്താ? ലെസ് അല്ല വരുന്നത്, ഈക്വലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? 3ഉം ലെസ് ദാൻ ആയിരിക്കണം. 3 സൈഡുകൾ എടുക്കുമ്പോഴും അത് മറ്റ് രണ്ട് സമ്മുകളെക്കാട്ടിൽ ലെസ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈക്വലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ട്രയാങ്കിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്ത മൂന്നാമത്തത് 115. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 + 5 ഈസ് 6. അപ്പോൾ 1 + 5-നെക്കാട്ടിൽ ചെറുതാണ്. ഇനി രണ്ടും 1 ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എഴുതിയാൽ മതിയേ. ഇനി 5 എടുത്താലോ? മറ്റ് രണ്ട് സൈഡുകൾ എന്ന് പറയുന്നത് 1 + 1 ആണ്. പക്ഷേ ഇവിടെ ലെസ് ദാൻ അല്ല വരുന്നത്, ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത് അല്ലേ? 5 ഈസ് ഗ്രേറ്റർ ദാൻ 1 + 1. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നില്ല. ഇവിടെയും ട്രയാങ്കിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്തത് ഡിയിൽ 5 10 12. അപ്പോൾ 5 എടുത്തു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകൾ 10 + 12 ദാറ്റ് ഈസ് 22. അപ്പോൾ 5 ഈസ് ലെസ് ദാൻ 22. അടുത്ത 10 എടുത്താൽ 5 + 12 ദാറ്റ് ഈസ് 17. 10 ഈസ് ലെസ് ദാൻ 17. അടുത്ത 12 എടുത്താൽ 5 + 10 15 അല്ലേ? അപ്പോൾ ഇതും 12ഉം 15-നെക്കാട്ടിൽ ലെസ് ആണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ആവുന്നുണ്ട്. ട്രയാങ്കിൾ എക്സിസ്റ്റ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Does there exist an equilateral triangle with the sides 50 50 50? In general, does there exist an equilateral triangle of any side length? Justify your answer. അപ്പോൾ ഇവിടെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ? എല്ലാ സൈഡ്സിൻ്റെയും ലെങ്ത് ഈക്വലായിട്ട് വരുന്നതാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ 3 സൈഡുകളും 50 50 50 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എക്സിസ്റ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്?
ഒരു സൈഡിൻ്റെ ലെങ്ത് മറ്റ് രണ്ട് സൈഡുകളുടെ ലെങ്തിനെക്കാട്ടിൽ ഷോർട്ടർ ആയിരിക്കണം, എന്നാൽ മാത്രമേ എക്സിസ്റ്റ് ആവത്തുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയാൽ 50 ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ 50 + 50 100 വരും അല്ലേ, എപ്പോഴും ലെസ് ആയിരിക്കും. 3ഉം 50 ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 50 ഈസ് ലെസ് ദാൻ 100. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഇതിന് നമുക്ക് യെസ് എന്ന് പറയാം അല്ലേ. യെസ്, ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 50 50 50 എക്സിസ്റ്റ് ബിക്കോസ് ദ സം ഓഫ് 2 സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് അല്ലേ. രണ്ട് സൈഡുകളുടെ സം അടുത്ത തേർഡ് സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് എക്സിസ്റ്റ് ആവുന്നുണ്ട്. ജനറലി പറഞ്ഞാൽ എല്ലാ ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് ഏതായിരുന്നാലും അത് എക്സിസ്റ്റ് ആകുമോ? ഇവിടെ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി 50 അല്ലാതെ വേറെ ഏതായാലും അത് എക്സിസ്റ്റ് ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സുകളും ഈക്വലാണ്, അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഏതെടുത്താലും ഇപ്പോൾ 10 എടുത്താലോ 10 10 10 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് സൈഡുകളുടെ സം തേർഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. ദാറ്റ് മീൻസ് 10 ലെസ് ദാൻ 10 + 10 ദാറ്റ് ഈസ് 20. ഏത് സൈഡ് ലെങ്തുകൾ എടുത്താലും ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് അടുത്തതിനും പറയാം. ഞാൻ ഈ പറയുന്ന റീസൺ നിങ്ങൾ എഴുതിക്കണം, ഞാൻ എഴുതിയ ടൈം ഒത്തിരി വേസ്റ്റ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? യെസ്, ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഓൾവേസ് എക്സിസ്റ്റ് ഫോർ എനി പോസിറ്റീവ് സൈഡ് ലെങ്ത്. അതായത് സൈഡ് ലെങ്തുകൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? എക്സിസ്റ്റ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ഞാൻ എഴുതിയ ടൈം ഒത്തിരി വേസ്റ്റ് ആകും, അതുകൊണ്ടാണ് എഴുതാത്തത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ റീസൺ നമുക്ക് എന്ത് പറയാം? ഡസ് ദർ എക്സിസ്റ്റ് ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 50 50 50 എന്ത് പറയാം? യെസ് എന്ന് പറയാം. റീസൺ എന്താണ്? ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 50 50 50 എക്സിസ്റ്റ് ബിക്കോസ് ദ സം ഓഫ് 2 സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റിന് നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് തന്നെ പറയാം. ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഓൾവേസ് എക്സിസ്റ്റ് ഫോർ എനി പോസിറ്റീവ് സൈഡ് ലെങ്സ്. ഓക്കെ, ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഗിവ് അറ്റ് ലീസ്റ്റ് 5 പോസിബിൾ വാല്യൂസ് ഫോർ ദ തേർഡ് ലെങ്ത് സോ ദർ എക്സിസ്റ്റ് എ ട്രയാങ്കിൾ ഹാവിങ് ദീസ് ആർ സൈഡ് ലെങ്സ്. ഡെസിമൽ വാല്യൂ കുഡ് ഓൾസോ ബി ചൂസൺ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോന്നിനും തേർഡ് ലെങ്തായിട്ട് നമുക്ക് 5 പോസിബിൾ വാല്യൂസ് ചൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ എക്സിസ്റ്റ് ആവുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് രണ്ട് സൈഡുകൾ സം തേർഡ് സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ 1ഉം 100ഉം രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1ഉം 100ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 101 കിട്ടും. അപ്പോൾ ഇതിനെക്കാട്ടിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം ഇവിടെ വരുന്നത്. അതായത് 101നെക്കാട്ടിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 1ഉം 100ഉം കൂടെ ചെയ്തപ്പോൾ 101 കിട്ടി. ഇതിനെക്കാട്ടിൽ സ്മോളർ ആയിട്ടുള്ളത് നമുക്ക് ഡെസിമൽ വാല്യൂസും എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ 99.5 എടുക്കാമല്ലോ. ഇനി 99.5 എടുത്തു കഴിഞ്ഞാൽ ബാക്കി നോക്കിയേ 90. ഇനി നമ്മൾ 100 എടുക്കുന്നു. 100 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സൈഡ് ലെങ്തുകൾ 1, 100, 99.5 ആണ്. അപ്പോൾ 100 എടുത്തു കഴിഞ്ഞാലോ 1ഉം 99.5ഉം കൂടെ ആഡ് ചെയ്താൽ 101.5 കിട്ടും. ഇനി 1 എടുത്താലോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 199.5 കിട്ടും. അപ്പോൾ നമുക്ക് ഒരെണ്ണം എന്തെടുക്കാം? 99.5 എടുക്കാം. ഇനി നമുക്ക് 99 എടുത്താൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ 199 എടുത്താൽ ഇതാ ഇവിടെ നോക്കിയേ, നമ്മൾ 100 എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 99 + 100 കിട്ടും. ലെസ് ദാൻ അല്ല, ഈക്വൽ ആയി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 99ഉം 101നും ഇടയ്ക്കുള്ള വാല്യൂസ് വേണം ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെയുള്ള 5 വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ 99.5 എടുത്തു, 99.8 എടുത്തു, പിന്നെ നമുക്ക് എന്തെടുക്കാം? 100 എടുക്കാം. 100 വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. 100 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പിന്നെന്തെടുക്കാം?
100.5 എടുക്കാം, 100.9 എടുക്കാം, ഇങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് 2 5 തന്നിട്ടുണ്ട്. ഇതിനോട് ചേരുന്ന വാല്യൂസ് നമ്മൾ എടുക്കണം. അപ്പോൾ 5ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 5 + 5 10 കിട്ടും അല്ലേ? അപ്പോൾ ഈ 10 ഗ്രേറ്റർ ആയിട്ട് വരണം. അപ്പോൾ ഇതിലും ചെറിയ വാല്യൂസ് വേണം അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 9.5 എടുക്കാം അല്ലേ? 9.5. അപ്പോൾ 9.5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? 9.5ഉം 5ഉം കൂടെ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 14.5 വരും അല്ലേ? ഇത് ഗ്രേറ്റർ ആണ് 5-നേക്കാട്ടിൽ. ഓക്കെ ആയല്ലോ. അപ്പോൾ നമുക്ക് 9.5 എടുക്കാം. ഇനി നമുക്ക് 3 എടുത്ത് നോക്കാം. 5,5,3 3 എടുത്താലോ? 3 ഈസ് ലെസ് ദാൻ 5 + 5 വരും. പിന്നെന്താ? 5 ഈസ് ലെസ് ദാൻ 5 + 3 ദാറ്റ് ഈസ് 8. അപ്പോൾ നമുക്ക് 3 എടുത്താൽ പറ്റും. നമ്മളിവിടെ 10-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാതിരുന്നാൽ മതി കേട്ടോ. അതായത് ഇവിടെ നമ്മൾ കണ്ടു 101-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ എടുക്കുന്ന ഉടനെ 99-നേക്കാട്ടിലും ചെറുതായിട്ട് വരാൻ പാടില്ല, 101-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടും വരാൻ പാടില്ല. ഇവിടെ നമുക്ക് 2ഉം 5ഉം 5ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാതിരുന്നാൽ മതി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 1 വേണമെങ്കിലും എടുക്കാം. 1 എടുത്താലും ഓക്കെ ആവും. 5 5 1 എടുത്താൽ എന്ത് വരും? 1 ഈസ് ലെസ് ദാൻ 10. 5 എടുത്താൽ 5 + 1 6. കണ്ടോ? കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 9.5 എടുക്കാം, 3 എടുക്കാം, 1 എടുക്കാം. എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം അല്ലേ? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സും നമുക്ക് എടുക്കാം. ഒരു 7.5 എടുക്കാം, 8.9 എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം കേട്ടോ. ഇനി അടുത്തത് 3ഉം 7ഉം. അപ്പോൾ 3ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും അല്ലേ? 10 എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ 10-നേക്കാട്ടിൽ ചെറിയ നമ്പേഴ്സ് എടുക്കണം. നമുക്ക് 9 എടുക്കാം. അപ്പോൾ നമുക്ക് 3ഉം 7ഉം 9ഉം എന്ന് കിട്ടും. ഓക്കെ, 9 ഈസ് ലെസ് ദാൻ 3 + 7 കണ്ടു. ഇനി 7 ഈസ് ലെസ് ദാൻ 9 + 3 ദാറ്റ് ഈസ് 12. ഇനി അടുത്ത 3 ഈസ് ലെസ് ദാൻ 7 + 9 ദാറ്റ് ഈസ് 16. ഓക്കെ ആകും അല്ലേ? അപ്പോൾ 9-നേക്കാട്ടിൽ 10-നേക്കാട്ടിൽ ചെറുതായിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ എടുക്കാം. ഡെസിമൽ നമ്പേഴ്സും എടുക്കാം. ഓക്കെ, അപ്പോൾ 3 എടുത്തു, 7 എടുത്തു, 4.5 എടുക്കാം. പിന്നെ എന്തെടുക്കാം? 5 എടുക്കാം, 7 എടുക്കാം. ഇവിടെ നമ്മൾ പിന്നെ എത്രയായിരുന്നു? 9 എടുത്തായിരുന്നു അല്ലേ? 9 എടുക്കാം, 8.5 എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം. പക്ഷേ 10-നേക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കണം. നമ്പേഴ്സ് തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളതും കൂടെ ശ്രദ്ധിച്ചോണം. കുറഞ്ഞ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് വണ്ണിൽ കണ്ട 99-ൽ കുറവുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.